അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തെയും ആഗോള സാങ്കേതിക വിപണിയെയും ഒരുപോലെ നടുക്കുന്ന അതീവ ഗുരുതരവും വിപ്ലവകരവുമായ ഒരു യുദ്ധപ്രഖ്യാപനവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയോടും ഇസ്രയേലിനോടും നിലനിൽക്കുന്ന കടുത്ത സൈനിക സംഘർഷങ്ങൾക്കിടയിൽ ലോക കോടീശ്വരനും സാങ്കേതിക വിദ്യാ സംരംഭകനുമായ ഇലോൺ മസ്കിന്റെ പശ്ചിമേഷ്യയിലെ മുഴുവൻ ബിസിനസ് സാമ്രാജ്യത്വത്തെയും തങ്ങളുടെ നേരിട്ടുള്ള സൈനിക ലക്ഷ്യങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ടെഹ്റാൻ. പശ്ചിമേഷ്യൻ മേഖലയിൽ ഇലോൺ മസ്കിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വാണിജ്യ പ്രവർത്തനങ്ങളും, അടിസ്ഥാന സൗകര്യങ്ങളും, സാമ്പത്തിക നിക്ഷേപങ്ങളും ഇനി മുതൽ യുദ്ധമേഖലയായി പരിഗണിക്കുമെന്നാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. ഇറാന്റെ ഈ അപ്രതീക്ഷിത പ്രഖ്യാപനത്തോടെ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് ശൃംഖലയായ സ്റ്റാർലിങ്ക്, അതിന്റെ പ്രാദേശിക വിതരണ കേന്ദ്രങ്ങൾ, ഭൂഗർഭ സ്റ്റേഷനുകൾ എന്നിവയെല്ലാം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ അത്യാധുനിക മിസൈൽ സൈബർ ടാർഗറ്റ് ബാങ്കിൽ നേരിട്ട് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കേവലം രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നതിനപ്പുറം ഒരു പരമാധികാര രാജ്യം ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു സ്വകാര്യ വ്യവസായിയുടെ ആസ്തികൾക്ക് നേരെ പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇതാദ്യമായാണ്. ഇത് ആഗോള സാങ്കേതിക മേഖലയിൽ കടുത്ത ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. വെറുമൊരു വാണിജ്യ സംരംഭം എന്നതിനപ്പുറം മസ്കിന്റെ ഈ സ്വകാര്യ ആസ്തികൾ തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ അമേരിക്കയും ഇസ്രയേലും ഉപയോഗിക്കുന്ന തന്ത്രപ്രധാനമായ ആയുധങ്ങളായി മാറിയെന്നാണ് ഇറാന്റെ പ്രധാന ആക്ഷേപം. സമീപകാലത്ത് ഇറാനെതിരെ നടന്ന അതിക്രമങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും ആവശ്യമായ സാങ്കേതിക സഹായവും തത്സമയ ആശയവിനിമയ ശൃംഖലയും ഒരുക്കിയത് ഈ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളാണെന്ന് ടെഹ്റാൻ വിശ്വസിക്കുന്നു. ഇറാന്റെ ഉന്നത പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ എന്ന പരമാധികാര രാഷ്ട്രീയത്തിന്റെ ഭൂപ്രദേശങ്ങൾക്ക് നേരെ അമേരിക്ക നേരിട്ട് നടത്തിയ യുദ്ധക്കുറ്റങ്ങൾക്ക് പിന്നിൽ ഈ സ്വകാര്യ ശൃംഖലകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അത്യാധുനിക ഡ്രോൺ ആക്രമണങ്ങൾക്കും സൈബർ അട്ടിമറികൾക്കും സ്റ്റാർലിങ്കിന്റെ അതിവേഗ ഇന്റർനെറ്റ് വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. തങ്ങളുടെ സുരക്ഷാ കോട്ട തകർക്കാൻ സ്വകാര്യ കമ്പനികളെ അനുവദിക്കില്ലെന്ന കൃത്യമായ നിലപാടാണ് IRGC കൈക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മസ്കിന്റെ സാങ്കേതിക വിദ്യാ ശൃംഖലകൾക്കെതിരെ ഭൗതികമായ മിസൈൽ ആക്രമണങ്ങൾ നടത്താനും ഒപ്പം അതീവ മാരകമായ സൈബർ ഇലക്ട്രോണിക് ആക്രമണങ്ങൾ അഴിച്ചുവിടാനും തങ്ങൾക്ക് പൂർണ്ണമായ അന്താരാഷ്ട്ര നിയമസാധുതയുണ്ടെന്ന് ഇറാൻ വാദിക്കുന്നു. ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭീഷണി വലിയൊരു ബിസിനസ് നയതന്ത്ര പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിലും മറ്റും സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിലും പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ജീവനക്കാരും കോടിക്കണക്കിന് രൂപയുടെ അടിസ്ഥാന സൗകര്യങ്ങളും നേരിട്ട് ആക്രമിക്കപ്പെടുമെന്ന ഭീഷണി സ്പേസ് എക്സിന്റെ ആഗോള വിപുലീകരണ പദ്ധതികൾക്ക് വലിയൊരു തിരിച്ചടിയാണ്. പശ്ചിമേഷ്യയിലെ പല ഗൾഫ് രാജ്യങ്ങളും തങ്ങളുടെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ വലിയ രീതിയിൽ ഉപയോഗിക്കാൻ ആരംഭിച്ചിരുന്നു. ഈ രാജ്യങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റാർലിങ്കിന്റെ ഭൂഗർഭ റിസീവറുകളും കൺട്രോൾ റൂമുകളും ഇറാന്റെ മിസൈൽ പരിധിയിൽ വരുന്നവയാണ്. IRGCയുടെ ആധുനിക സൈബർ വിന്യാസം ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ ഒന്നായിട്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ വിലയിരുത്തുന്നത്. ആകാശത്തുള്ള ഉപഗ്രഹങ്ങളുടെ നിയന്ത്രണം തട്ടിയെടുക്കാനോ അല്ലെങ്കിൽ അവയുടെ ആശയവിനിമയ സിഗ്നലുകൾ പൂർണ്ണമായും ജാം ചെയ്യാനോ ഉള്ള സാങ്കേതിക ശേഷി ഇറാൻ ഇതിനോടകം വികസിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മിസൈലുകൾ ഉപയോഗിച്ച് ഉപഗ്രഹങ്ങളെ വെടിവെച്ചിടുന്നതിനേക്കാൾ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇത്തരം ഇലക്ട്രോണിക് യുദ്ധമുറകൾക്ക് സാധിക്കും. അമേരിക്കൻ ഭരണകൂടവും പെന്റഗണും ഇറാന്റെ ഈ പ്രഖ്യാപനത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. അമേരിക്കൻ പൗരന്മാരുടെയും അവരുടെ സ്വകാര്യ കമ്പനികളുടെയും ആസ്തികൾ സംരക്ഷിക്കാൻ തങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് വാഷിംഗ്ടൺ വ്യക്തമാക്കുന്നു. ഈ സംഭവം അന്താരാഷ്ട്ര വ്യവസായ മേഖലയിലും വലിയൊരു ചർച്ചയ്ക്ക് വഴി തുറന്നിട്ടുണ്ട്. ഒരു ആഗോള യുദ്ധത്തിൽ സ്വകാര്യ ടെക് കമ്പനികൾ എത്രത്തോളം പങ്കാളികളാകുന്നു എന്നതിനെ കുറിച്ചുള്ള പുനർചിന്തനത്തിന് ഇത് കാരണമാകും. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ തന്ത്രപരമായ മാറ്റം പശ്ചിമേഷ്യയിലെ യുദ്ധസമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന ഒന്നാണ്. പരമ്പരാഗത ആയുധങ്ങൾക്കും അതിർത്തികൾക്കും അപ്പുറം ആധുനിക സാങ്കേതിക വിദ്യയാണ് ഈ യുദ്ധത്തിന്റെ നിയന്ത്രണ കേന്ദ്രമെന്ന് ഇറാൻ തിരിച്ചറിയുന്നു. വരും ദിവസങ്ങളിൽ ഇലോൺ മസ്കും അദ്ദേഹത്തിന്റെ കമ്പനിയും പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ നിർബന്ധിതരാക്കും. ഉപഗ്രഹ ആശയവിനിമയങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതമായ എൻക്രിപ്ഷൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും സൈബർ പ്രതിരോധ കോട്ടകൾ ഉയർത്താനും കമ്പനി ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഈ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യൻ ആകാശത്തിലൂടെയുള്ള ഉപഗ്രഹ വിക്ഷേപണങ്ങളും കൂടുതൽ സങ്കീർണമാകും. ബഹിരാകാശ സുരക്ഷയെ സംബന്ധിച്ച് അന്താരാഷ്ട്ര കരാറുകളുടെ നഗ്നമായ ലംഘനമാണിതെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും തങ്ങളുടെ നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന ഉറച്ച ഭാവത്തിലാണ് IRGC പ്രവിശ്യകൾ.
ഇലോൺ മസ്കിനെതിരെയുള്ള ഇറാന്റെ ഈ പുതിയ യുദ്ധപ്രഖ്യാപനം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഒരു ആഗോള ടെക്നോ യുദ്ധത്തിലേക്ക് വഴിമാറുന്നതിന്റെ കൃത്യമായ സൂചനയാണ് നൽകുന്നത്. സമാധാന ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ ലോകത്തെയും യഥാർത്ഥ ലോകത്തെയും ഒരുപോലെ വിഴുങ്ങാൻ പോന്ന ഒരു മഹാവിപത്തായി ഈ പ്രതിസന്ധി മാറുമോ എന്ന് വരും ദിവസങ്ങളിലെ നീക്കങ്ങൾ വ്യക്തമാക്കും.